ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതെല്ലാം കൂടി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് 1 കപ്പ് റോസ്റ്റഡ് വെർമിസെല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ബട്ടറെല്ലാം നന്നായിട്ട് അലിഞ്ഞ് വെർമിസെല്ലിയുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്ക് വെർമിസെല്ലിയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം ആ പാനിലേക്ക് ഒരു 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെയും മിൽക്ക് പൗഡറിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെർമിസെല്ലി എല്ലാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാൻ വയ്ക്കാവുന്നതാണ്. ഇനി വെർമിസെല്ലി എല്ലാം നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ കുറച്ച് മാതളം എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മാങ്ങയും പഴവും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട് സാലഡിന് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് ഞാനിവിടെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ട്രോബെറിയും കറുത്ത മുന്തിരിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 10 to 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറച്ച് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നോമ്പിൻ്റെ സമയത്തൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സാലഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കി നോക്കില്ലേ. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബൈ.